പുരുഷ മേധാവിത്വ കേന്ദ്രീകൃതമായ സമൂഹത്തിന്റെ ഭാഗമായി ഇപ്പോഴും പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാവരുത് എന്ന് പറയുന്ന നിലപാടിലേക്ക് എങ്ങനെ പോകാനാവും? പോകാനാവില്ല. ഇന്നൊരാളെ പ്രസ്താവന കേട്ടു. അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രമെടുത്ത് നോക്കി, ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നു 18 പേരെ. ഈ 18 പുരുഷന്മാരാ. ഒരൊറ്റ പെണ്ണിനെയും അവർക്ക് കിട്ടിയിട്ടില്ല. ഈ 18 എണ്ണവും പുരുഷന്മാരാണ്. എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത്? എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത്? നിങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ പണ്ഡിതന്മാരെ ചീത്ത പറയാൻ നടക്കുന്നുണ്ടല്ലോ, ആക്ഷേപിക്കാൻ നടക്കുന്നുണ്ടല്ലോ. സ്ത്രീകളോട് ഇത്ര സ്ത്രീ വിരുദ്ധമായി പെരുമാറിയ ഒരു പാർട്ടി ഉണ്ടോ സഖാക്കളെ? 1400 കൊല്ലം മുമ്പ് നീ പ്രാകൃതം എന്ന് പറയുന്ന പണ്ഡിതനെ ചീത്ത വിളിച്ചില്ലേ ഗോവിന്ദ? കാന്തപുരം ഉസ്താദ് ചോദിക്കേണ്ടി വന്നു, ഒരു ഏരിയ സെക്രട്ടറിന്റെ ചങ്ങായിമാരങ്ങളിൽ പെണ്ണുങ്ങളായിട്ട്. ആ ഗോവിന്ദനോട് ചോദിക്കുന്നത്, അന്ന് സ്ത്രീക്ക് നീതിയുണ്ട്. നിങ്ങളെ പോളിറ്റ് ബ്യൂറോയിൽ ആകെയുള്ള 2 പെണ്ണുങ്ങളാണ്. സ്ത്രീകളോട് ഇത്ര സ്ത്രീ വിരുദ്ധമായി പെരുമാറിയ ഒരു പാർട്ടി ഉണ്ടോ സഖാക്കളെ? നിങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ പണ്ഡിതന്മാരെ ചീത്ത പറയാൻ നടക്കുന്നുണ്ടല്ലോ, ആക്ഷേപിക്കാൻ നടക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഇത്രമേൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് തന്നെ തട്ടിപ്പാണ്. ഇവർ ഈ അടുത്ത കാലത്ത് ഇപ്പൊ മാറ്റി. എനിക്ക് രസമുള്ള ഒരു കാര്യം നോക്കിയത്, ഈ അടുത്ത CPM-ന്റെ സഖാക്കളുടെ ഒരു നോട്ടീസിൽ എനിക്ക് സന്തോഷം തോന്നി. അവർ ജെൻഡർ ജസ്റ്റിസ് എന്ന് എഴുതി. സഖാവെ, ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് പുരുഷ മേധാവിത്വത്തിന്റെ കോംപ്ലക്സ് ആണ്. എന്താ അറിയോ? സ്ത്രീയും പുരുഷനും സമത്വം. അതെങ്ങനെ സമാവുക? പുരുഷനേക്കാൾ ബുദ്ധി സ്ത്രീക്കുണ്ടെങ്കിൽ സ്ത്രീയല്ലേ അതിന്റെ മുകളിൽ കണ്ടത്? സ്ത്രീയേക്കാൾ ബുദ്ധി പുരുഷനുണ്ടെങ്കിൽ പുരുഷനല്ലേ സ്ത്രീയുടെ മുകളിലേക്ക് നിൽക്കുക? കപ്പാസിറ്റി അല്ലേ തീരുമാനിക്കേണ്ടത്? കഴിവല്ലേ തീരുമാനിക്കേണ്ടത്? അല്ലാതെ സമം എന്ന് പറയുന്നത് ഒരു തരം അടിമത്തമാണ്. എന്താ പറയുക ജെൻഡർ ഇക്വാലിറ്റി? മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ അതുപോലെ ഒരു കസേരയിൽ ശൈലജ ടീച്ചർക്കും ഇരിക്കാം. അതാണ് ഇക്വാലിറ്റി. അല്ലാതെ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കരുത്. അത് ജസ്റ്റിസ് ആയി പോകും, അല്ലേ? അത് ജസ്റ്റിസ് ആയി പോകും. ജെൻഡർ ഇക്വാലിറ്റിയാണ്. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് പുരുഷ മേധാവിത്വം ഉണ്ടാക്കിയ ഒരു വാക്കാണ്. ജെൻഡർ ജസ്റ്റിസ് ആണ്. പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന പഴയ അറേബ്യയിൽ 1400 കൊല്ലങ്ങൾക്ക് പുറത്ത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലത്ത്, പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന കാലത്ത്, അന്ന് അവിടെ ഖദീജ റളിയല്ലാഹു അൻഹ വ്യവസായിയ ബിസിനസ്സുകാരിയാണ്. കാരണം എന്താണ്? ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കീഴിൽ ജോലി ചെയ്യാനാണ് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയെ അള്ളാഹു നിശ്ചയിച്ചത്. കീഴിൽ. ഏത് കൊല്ലത്ത്, ഏത് വർഷത്തില്? നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ബിസിനസ്സിൽ പ്രവാചകനേക്കാൾ കപ്പാസിറ്റി ഉള്ളത്, കഴിവുള്ളത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ ബിസിനസ്സിലെ അതിന്റെ മുതലാളി, അതിലെ തൊഴിലാളി പ്രവാചകൻ. 1400 കൊല്ലം മുമ്പ് നീ പ്രാകൃതം എന്ന് പറയുന്ന പണ്ഡിതനെ ചീത്ത വിളിച്ചില്ലേ ഗോവിന്ദ? ആ ഗോവിന്ദനോട് ചോദിക്കുന്നത്, അന്ന് സ്ത്രീക്ക് നീതിയുണ്ട്. നിങ്ങളെ പോളിറ്റ് ബ്യൂറോയിൽ ആകെയുള്ള 2 പെണ്ണുങ്ങളാണ്. കാന്തപുരം ഉസ്താദ് ചോദിക്കേണ്ടി വന്നു, ഒരു ഏരിയ സെക്രട്ടറിന്റെ ചങ്ങായിമാരങ്ങളിൽ പെണ്ണുങ്ങളായിട്ടുണ്ട്. ഇതിനേക്കാളും വലിയ ചീത്ത എന്താണ് നിങ്ങൾക്ക് കേൾക്കാനുള്ളത്? നമ്മൾ പോട്ട്, നമ്മളത് വിട്ടേക്ക്. അതിലും വലിയ ചീത്ത നിങ്ങൾക്ക് എന്താ കേൾക്കാനുള്ളത്? എടോ, കോൺഗ്രസിനെ നിങ്ങൾ പിന്തിരിപ്പെന്ന് പറയണില്ലേ? ഇന്ത്യയുടെ ശക്തയായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്ന പെണ്ണായിരുന്നു. കൈവളയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം കൊടുത്തിട്ടും വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെയും മുകളിൽ കയറി നിൽക്കുന്ന കോൺഗ്രസിന്റെ അധിപ സോണിയാഗാന്ധിയാണ്. എത്ര സ്റ്റേറ്റുകളിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് പെണ്ണുങ്ങളായിട്ട്. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ശങ്കരൻ നമ്പൂതിരിപ്പാട് പാർട്ടിയുടെ തലപ്പത്ത് വന്നു ചെയ്ത പണികളിൽ ഒന്നാണിത്. ഗൗരിയെ അമ്മയെ വെട്ടിയത്. അതേ വഴിയിലാണ് പിണറായി വിജയൻ ശൈലജ ടീച്ചറെ വെട്ടിയത്. വെട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ആരുടെ കൂടെ? നിങ്ങൾ ആരുടെ കൂടെ നിന്നു എന്നാ പറയണത്? ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി നിങ്ങൾ ആലോചിച്ച് നോക്ക്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ലീഗും തമ്മിൽ വലിയ തർക്കമാണ്. ഇപ്പോഴത്തെ കോൺഗ്രസുമായിട്ട് സന്ദീപ് നായർ നമ്മളെ ഗസ്റ്റാണ്, സന്ദീപ് വാര്യർ നമ്മളുടെ ഗസ്റ്റാണ്. കോൺഗ്രസുമായിട്ട് നമ്മൾ ഭയങ്കര ബന്ധമാണ്. ഒക്കെ ശരിയാണ് അല്ലേ? പക്ഷെ കോൺഗ്രസുമായിട്ട് നമ്മൾ എന്തെല്ലാം കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഇനി നാളെ കുഴപ്പമുണ്ടാക്കൂല എന്ന് എന്താ ഉറപ്പുള്ളത്? കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ അവകാശം. ഞങ്ങൾ രണ്ടുപേരും ഉൾക്കൊള്ളുന്നവരാണ്. ഒരു കുഴപ്പമില്ല. കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ എന്ന നെഹ്റു ലീഗിനെ ആക്ഷേപിച്ചു പറഞ്ഞു ചത്ത കുതിരയാണ്. സികച്ച് മനോഹരമായിട്ട് മറുപറഞ്ഞ്, ഏയ് പണ്ഡിറ്റ് ജി ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. നല്ല രസമല്ലേ? അങ്ങനെ ഇന്ത്യയുടെ പാർലമെന്റിൽ പോക്കർ സാഹിബ് ഇങ്ങനെ ഒരു ബില്ല് വരുമ്പോ എഴുന്നേറ്റിട്ട് പറയാൻ എല്ലാവരും യെസ് 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 എന്ന് പറയുമ്പോ പോക്കർ സാഹിബ് പറയാൻ നോ, ഒറ്റ ശബ്ദം. മുസ്ലിങ്ങളൊക്കെ വേറെ ഉണ്ട്, എന്നിട്ടും പറഞ്ഞില്ല നോ. നെഹ്റു നോക്കി, പോക്കർ സാഹിബാണ്, ലീഗാണ്, എന്നെ ആക്ഷേപിച്ച CH-ന്റെ പാർട്ടിയാണ്, എനിക്ക് വിയോജിപ്പുള്ള പാർട്ടിയാണ്.
പക്ഷെ അവിടെ നീതി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് സഖാക്കൾ പഠിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് അറിയാത്ത ഒരു ജനാധിപത്യ ബോധം എന്ന് പറയുന്നുണ്ട്. നെഹ്റു പറഞ്ഞു, പോക്കർ ഒറ്റപ്പെട്ടതാണ്, പോക്കറിന്റെ ശബ്ദവും ഇവിടെ ഒറ്റപ്പെട്ടതാണ്, പക്ഷെ അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശബ്ദമാണ് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാണ് ആ വിവാഹ നിയമ പാസ്സാവുന്നത്. സഖാക്കളെ, ഞങ്ങളെ നിങ്ങൾ സഹായിക്കൊന്നും വേണ്ട. നെഹ്റുവിനെ പോലൊന്നും വിശാലാർത്ഥത്തിലാവാൻ നിങ്ങൾക്ക് ആവൂല. നിങ്ങൾക്ക് പറ്റുന്ന പടിയിൽ എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ പറയണില്ല, പക്ഷെ ഉപദ്രവിക്കാതിരിക്കായിരുന്നില്ലേ? ശരീഅത്ത് ബില്ല് വന്നപ്പോ നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ ആക്ഷേപിക്കണില്ലേ? ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം കണ്ടത് എപ്പോഴാണെന്ന് സഖാവിന് അറിയോ? ആദ്യത്തെ കേരള സന്ദർശനം EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കൂടെ മുതലക്കുളം മൈതാനിയിൽ ശരീഅത്ത് വിരുദ്ധ പൊതുയോഗത്തിൽ പ്രസംഗിക്കാനാവുന്നത്. ആരിഫ് ഗവർണറായിട്ടല്ല, കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ നിന്ന് ഇറങ്ങി വന്ന ആരിഫിനെ പൂമാലയിട്ട് സ്വീകരിച്ച ആദ്യത്തെ സ്റ്റേറ്റ്, ആദ്യത്തെ പാർട്ടി, ആദ്യത്തെ നേതാവ് EMS-ഉം CPM-ഉം കേരളവുമാണ്. അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ഉപദ്രവിച്ചു ഞങ്ങളെ. ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി നട്ടല് നിവർത്തി നിൽക്കാൻ പ്രാപ്തമായത് പ്രവാസം പോലെ മറ്റൊന്ന് അവരുടെ സംവരണമാണ്. ആ സംവരണം വന്നപ്പോ നിശബ്ദമായിരിക്കാമായിരുന്നില്ലേ നിങ്ങൾക്ക്? സാമ്പത്തിക സംവരണ വാദം ഉയർത്തിയത് നിങ്ങളാണ് അതിനെ പാരവെക്കാൻ നോക്കിയത്, തകർക്കാൻ നോക്കിയത്, ഇല്ലാതെയാക്കാൻ നോക്കിയത് നിങ്ങളല്ലേ? ഏതെല്ലാം ഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുമ്പോ ആ സ്ഥാപനങ്ങളെ തകർക്കാൻ നിങ്ങൾ നടത്തിയ ഒരു പങ്കും നിങ്ങളുടേതില്ലല്ലോ. ഇത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. വെറുതെ പറയുന്നതല്ല CPM-ഉമായുള്ള വിയോജിപ്പ്. ഇത് അടിസ്ഥാനപരമാണ്. നിങ്ങൾ കേവലം വോട്ടല്ലാതെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്തൊക്കെ നിങ്ങൾ ആക്ഷേപങ്ങൾ ചൊരിയുമ്പോഴും അതിലൊരു ജനാധിപത്യ ബോധമുണ്ട്. അതവർ അത്രമേൽ പരന്നു കിടക്കുന്ന ഒരു ജനാധിപത്യ ആശയമുണ്ട്. നിങ്ങളുമായുള്ള വിയോജിപ്പുകൾ എന്തുകൊണ്ടെന്നാൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഘടകങ്ങൾ അതിനകത്തില്ല. ഒരു തരത്തിലും ഒരു ഫാഷിസത്തോട് ചേരാൻ കഴിയില്ല. മലപ്പുറത്ത് നിങ്ങൾ ഓർത്തു നോക്കൂ, മലപ്പുറത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തെ എങ്ങനെയാണ് CPM കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നത് മുസ്ലിം നേതാക്കന്മാരെ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ പണക്കാരെ ഉപയോഗിച്ചാണ്. മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ നിന്ന് നന്നായി പ്രസംഗിക്കുന്ന, ഇളക്കമുണ്ടാക്കുന്ന, ആവേശമുണ്ടാക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ അവന് മലപ്പുറത്ത് റോളുണ്ട്, അല്ലേ? മുസ്ലിങ്ങൾക്കിടയിൽ ആരെയും വിലക്ക് വാങ്ങാൻ കഴിയുന്ന പണമുള്ള ഒരുത്തനുണ്ടെങ്കിൽ അവന് റോളുണ്ട്. അവൻ MLA ആണ്, മന്ത്രിയാണ്, അല്ലേ? അങ്ങനെയല്ലേ അൻവർ വന്നത്? അങ്ങനെയല്ലേ നിങ്ങളുടെ അബ്ദുറഹ്മാൻ വന്നത്? അങ്ങനെയല്ലേ ഓരോരുത്തർ എണ്ണി പറഞ്ഞാൽ എത്ര പേർ? മലപ്പുറത്ത് മുസ്ലിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ മുസ്ലിമിനെ തന്നെ ഉപയോഗിക്കലാണ് ബുദ്ധി. അത് വളരെ തന്ത്രപരമായി മലപ്പുറത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഘട്ടങ്ങളായി, കാലങ്ങളായി. എന്നാൽ മലപ്പുറത്തിന് പുറത്തോ അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാദാപുരം അടക്കമുള്ള വടകര താലൂക്കുകളിൽ, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, നിങ്ങൾ മറ്റിതര സമുദായങ്ങൾക്കിടയിൽ കേന്ദ്രീകൃതമായി നിൽക്കുന്ന സംഘടനാ സംവിധാനമുള്ള മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, തമ്മിൽ തല്ലിക്കുന്നു. ആ തമ്മിൽ തല്ലിക്കുന്നതിലൊക്കെയും അജണ്ട നാദാപുരം കലാപം, തലശ്ശേരി കലാപം, അതുപോലെ തന്നെ തളിപ്പറമ്പ് കലാപം, അതുപോലെ തന്നെ മാടായി കലാപം. അവിടെയുള്ള ഏറ്റവും പേരുകെട്ട കലാപങ്ങൾ എടുത്തു നോക്കിയാൽ ആ കലാപങ്ങളിൽ മുഴുവൻ നിങ്ങൾ ചെയ്തത് പകൽ കൊള്ളയാണ്. ഒരു സമൂഹത്തിന്റെ, സമുദായത്തിന്റെ നട്ടലൊടിച്ചു കളഞ്ഞ് അവരെ നിരായുധരാക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്തത്.